ഗൈസ്, നമ്മളങ്ങനെ ഒരു വീട്ടിലത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഇവിടുത്തെ ഫ്രിഡ്ജിന് വലിപ്പം പോരാന്ന്. നമ്മുടെ കയ്യിലുള്ള ഫ്രിഡ്ജ് കണ്ട് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഫ്രിഡ്ജ്, ഈ കുഞ്ഞു ഫ്രിഡ്ജ്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഓഫായി പോവുക, ഇടയ്ക്ക് നിന്ന് പോകും. അങ്ങനെയൊക്കെ നിന്ന് പോകുന്നുള്ള സമ്മർ ആയപ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ കേടാകാൻ തുടങ്ങി. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്തു, ഒരു ഫ്രിഡ്ജ് മേടിക്കാമെന്ന്. അങ്ങനെ ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഓർഡർ ചെയ്ത ഫ്രിഡ്ജ് കണ്ട് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ഫ്രിഡ്ജ്. 120 കിലോ ഉണ്ട് ഈ സാധനം. മോളിൽ നിന്ന് ഹൈസെൻസിൻ്റെ ഫ്രിഡ്ജാണ്. വന്നപ്പോൾ തന്നെ ഞാൻ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാഗ്നറ്റൊക്കെ എടുത്തു വെച്ചാൽ കൂടെ. ഇത് പടിയുടെ 2ാം നിലയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഈ മേളിലോട്ട് ഈ സാധനം വലിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നെ കൊണ്ടുവന്ന ഒരു പയ്യനാണ് കൊണ്ടുവന്നത്. അവൻ പറഞ്ഞോട് പറഞ്ഞു താഴെ നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരെടുത്ത് വലിച്ച് മുകളിൽ കയറ്റിട്ട് അടപ്പും കുറ്റിയും തെറിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഇവന്മാരുടെ ഒരു സാധനം ഉണ്ട്, അതിലോട്ട് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് കയറ്റാൻ പറ്റുമേ. ഇത് വലിച്ച് ഒരു പകുതി വരെ കയറ്റി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തെ പകുതി എത്തിയപ്പം അവിടെയുള്ള സ്റ്റെയർ കേസിൻ്റെ കർവിൽ ഇതിൻ്റെ വലിയൊരു പെട്ടിയുണ്ട്. ഈ പെട്ടി കാരണം മണ്ടാനം പിടിക്കാൻ വേണ്ടി വളഞ്ഞു വരുന്നില്ലായിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ ഇത് മുകളിൽ കയറ്റി. ചെറുക്കനെ വെച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു വിട്ടു. നമ്മൾ മേടിച്ച സാധനം 6 മണിക്കൂർ അനക്കാതെ വെക്കണമെന്ന് പറഞ്ഞു. അനക്കാതെ വെച്ച് ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് പണിയൊക്കെ സ്റ്റിക്കറും പുഴയുടെയൊക്കെ പൊളിച്ചു കളയാനായിരുന്നു. ആ സ്റ്റിക്കർ പൊളിച്ചു കളയാൻ വേണ്ടി 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിനകത്തെ ഓയിലൊക്കെ ഒന്ന് മൊത്തത്തിൽ കംപ്രസറിനകത്തേക്ക് തിരിച്ച് കയറാൻ വേണ്ടിയായിട്ട് തിരിച്ച് എല്ലാം വേണ്ടിയായിട്ട് ചെയ്യണമെന്ന്. വണ്ടിക്കകത്ത് ഇരുന്നൊക്കെ വന്നതല്ലേ, കുടുങ്ങി മാറി. ഞാനിത് മോളിൽ കയറ്റിയ വഴിക്ക് എൻ്റെ അടപ്പും കുറ്റിയും തീർക്കും. എൻ്റെ ഞാൻ കൊണ്ടുവന്നതുകൊണ്ട് അപ്പം ഇതൊരു വെറൈറ്റി സാധനം വെച്ചാൽ ഞാൻ ഇപ്പം എനിക്ക് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കാം. അതായത് പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു ഫ്രിഡ്ജിനകത്തുള്ള സാധനം ഫ്രിയോൺ ആണെന്ന്. ഫ്രിയോൺ എന്ന് പറഞ്ഞ ലിക്വിഡാണ് ഇതിനകത്തൂടെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഫ്രിയോൺ അല്ല, ഐസോബ്യൂട്ടൈൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത്ര എന്തോ ഇച്ചിരി കൂടെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തൊക്കെ പൊളിക്കണം ഇതിനകത്തുനിന്ന്. ഇനി ഈ സാധനം ഈ വീട്ടിൽ നിന്ന് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് ടാസ്ക്കാണ്. എന്നെങ്കിലും ഒക്കെ അതിന് മൂവി ചെയ്യുന്നവന്മാരെ തന്നെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ചെയ്യിക്കണം.